എന്റെ ആദ്യത്തെ പെണ്ണ് കാണല്ലോ കേട്ടോ. ഇവിടെ കുറച്ച് 5-6 കണ്ടിട്ടുണ്ട്. നാളെ മുതൽ 6 വീട് എവിടെ ചോദിച്ചില്ല. പക്ഷെ ഞാൻ ശരിക്കും ഓലപ്പടം കൊടുക്കുന്ന സ്ഥലത്ത് ഞാൻ റഡാർ മാറ്റം ബോംബും കൊടുത്തു. പ്രേക്ഷകര് എന്നെ ഇഷ്ടപ്പെടുമ്പോഴേക്കും ആ വോട്ട് ബാങ്ക് ക്ലോസ് ചെയ്തു. നമുക്ക് വേറെ ജോലി ഇല്ലല്ലോ അല്ലേ? രാവിലെ എനിക്ക് തല്ലിവിടുക, രാവിലെ എനിക്ക് ലവ് മാരേജ്. എൻ്റെ അമ്മ ഭയങ്കര പ്രശ്ന. നമ്മൾ PR വർക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു ഉയർച്ച എനിക്ക് വേണ്ട. ആൾക്കാർ വെട്ടി വീഴ്ത്തി മുന്നോട്ട് പോകണം. ആദ്യം വെട്ടി വീണത് ഞാനാണ്. യുവർ സെലക്ഷൻ ഇസ് ദ ബെസ്റ്റ്. എല്ലാ ബിഗ് ബോസ് എടുത്ത് നോക്കി കഴിഞ്ഞാലും ആരും 7 ദിവസം കൊണ്ട് ഇങ്ങനെ ഗെയിം കളിച്ചിട്ടാവില്ല. ഞാനിട്ടിട്ട് എനിക്ക് പ്രാന്തായി എൻ്റെ ഉള്ളിൽ കയറിയിട്ട് എനിക്കെന്താ അറിയൂ, രാത്രി കടന്നുറങ്ങാനും പറ്റുന്നില്ല. നാളെ എന്ത് കളിക്കുന്ന ആലോചിച്ചിട്ട് നമുക്ക് വേറെ ജോലി ഇല്ലല്ലോ അല്ലേ? രാവിലെ എനിക്ക് തല്ലിവിടുക, രാവിലെ എനിക്ക് കുറച്ച് ചേച്ചിനോട് ചോദിക്കാണ്, ശരിക്കും എങ്ങനെയാ നിങ്ങൾ കണ്ടുമുട്ടണേ പരസ്പരം? ഞങ്ങള് കണ്ടുമുട്ടുന്നത് പെണ്ണ് കാണാൻ വന്നപ്പോ അറേഞ്ച് മാരേജ് ആയിരുന്നു. ലവ് മാരേജ് ഒന്നുമില്ല, ലവ് മാരേജ്. എൻ്റെ അമ്മ ഭയങ്കര പ്രശ്ന. ലവ് അടിച്ചിട്ട് ഈ ഭാഗത്തേക്ക്, അത് നമ്മുടെ കാസ്റ്റ് ആയാലും എന്ത് കാസ്റ്റ് ആയാലും ലവ് അടിച്ചിട്ട് ഈ ഭാഗത്തേക്ക് വരണ്ട. കണ്ണാ നീ ആ വഴിക്ക് പോയി ഓടിക്കോ, അമ്മ അവിടെ ഉണ്ട്, ആ വഴിക്ക് ഓടിക്കോന്ന് പറഞ്ഞത്. അതാണ് അമ്മ. ഇപ്പൊ 3 പേരും ഒത്ത ആൾക്കാരായിട്ടുണ്ട്. എന്നാലും അമ്മേനെ അച്ഛനെ നമുക്ക് പേടിയാ. അമ്മ മിണ്ടി അപ്പ ചൂലം കെടുത്ത് അടിക്കും. ഇപ്പോഴും അതെ, അങ്ങനെയാണ്. അപ്പൊ ലവ് ഭയങ്കര പ്രശ്നമാണ്. അത് കാരണം ഞങ്ങൾ 3 പേരും അത് അറേഞ്ച് മാരേജാ. ഞങ്ങൾ 3 ആൺമക്കളാണ്. മൂത്തേട്ടൻ ഗിരീഷ് കുമാർ, രണ്ടാമത്തെ സുരേഷ് കുമാർ, മൂന്നാമത്തെ ആള് ഞാൻ രതീഷ് കുമാർ. അപ്പോൾ ഞങ്ങൾ 3 പേരും അറേഞ്ച് മാരേജാണ്. സത്യമായിട്ട് അമ്മേനെ പേടിച്ചിട്ടാ. ഭയങ്കര പേടിയാ, ഒരു രക്ഷയില്ല. അതെ. അപ്പൊ എന്റെ ആദ്യത്തെ പെണ്ണ് കാണല്ലോ കേട്ടോ. ഇവിടെ കുറച്ച് 5-6 കണ്ടിട്ടുണ്ട്. നാളെ മുതൽ 6. ഇല്ലില്ല. ആ 4 ആളിൽ നിന്ന് രതീഷ് ചേട്ടൻ എന്തായിരുന്നു സ്പെഷ്യൽ? ഒരു ചില്ലറ പൈസ കുറവ്. അതായത് സ്പെഷ്യല്. ചേച്ചി ബാക്കി പറയൂ. എങ്ങനെയായിരുന്നു ഫസ്റ്റ് രതീഷ് ചേട്ടൻ കണ്ടപ്പോ? ചേച്ചി ഭയങ്കര കുറച്ച് സംസാരിക്കും. എന്റെ കൂടെ കൂടിയിട്ട് ഭയങ്കര സംസാരം. അല്ല, ഞാനത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെണ്ണ് കാണാൻ പോകുമ്പോ തന്നെ ഞാൻ ഈ നാട്ടിലൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്ന ഒരാളാണ്. പിന്നെ അന്ന് വാൽക്കണ്ണാടി ചെയ്യണ്ടായിരുന്നു. അല്ല അത് അന്ന് വാൽക്കണ്ണാടി ചെയ്യണ്ടായിരുന്നില്ല. സോറി, അതിന് മുമ്പ് ചെയ്യണ്ടായിരുന്നത്. വാൽക്കണ്ണാടി അന്ന് ചെയ്യണ്ടായിരുന്നില്ല, അതിന് മുമ്പ് ചെയ്യണ്ടായിരുന്നത്. ഇവള് കല്യാണം കഴിക്കുമ്പോൾ വേറെ എന്തൊരു ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യണ്ടായിരുന്നു. പിന്നെ ഞാന് മറ്റേ ഇതേപോലെ തന്നെ ഓടി നടക്കുന്ന ആളാണ്. അപ്പം ഞാൻ ഇവളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ കുറച്ച് ബിസി ആയിട്ട് കൂടി നടക്കുന്ന ഒരാളാണ്. നാട്ടിലെ കാര്യങ്ങൾക്കും പിന്നെ ജോലിയുണ്ട്, കലാപരമായിട്ട് ചെറിയൊരു അസ്കിതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുണ്ട് പോണു. പിന്നെ ഞാൻ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ ഞാൻ പറഞ്ഞ് കല്യാണം കഴിച്ച ആളാ. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഇഷ്ടമായി. പിന്നെ എനിക്കെന്താ അറിയോ, എനിക്ക് ഇപ്പോൾ ആദ്യത്തെ തവണ പെണ്ണ് കാണാൻ, എനിക്ക് പെണ്ണ് കാണൽ ചടങ്ങ് ശരിക്കും പറഞ്ഞൊരു ബോറായിട്ടുള്ള ചടങ്ങായി. എപ്പോൾ നോക്കിയാലും എല്ലാ അപ്പം ജാതം ചായ കുടിക്കാൻ പോകുന്നത് എനിക്ക്. ഞാൻ എന്നിട്ട് അമ്മയുടെ അടുത്ത് പറയും, ഓ എത്ര പെണ്ണിനെ കാണേണ്ടി വരുമോ ദൈവമേ. എവിടെ വീടെന്ന് ചോദിച്ചോ? എന്താ ചെയ്യണേ, ഏത് കോളേജിലാന്നുള്ള ഈ ചോദ്യം തന്നെ എന്നോട് സംസാരിക്കണ അതിന്റെ ഇടയിൽ ആ ഗ്യാപ്പിൽ തന്നെ ഒരു 3 തവണ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അവൾക്ക് പിന്നെ വീട് എവിടെ ചോദിച്ചില്ല. പക്ഷേ അതെ, എവിടെയാ എന്താ ചെയ്യണം അത് നമുക്കൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ. പിന്നെ ജാതകമൊക്കെ ചേർന്നു. പിന്നെ ഞാനൊരു പാവം കുട്ടിക്ക് ജീവിതം കൊടുക്കാന്ന് ഞാൻ തീരുമാനിച്ചു. നാട്ടിൻപുറത്ത് നിന്ന് സിറ്റിയിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ വന്നപ്പോ കാറൊക്കെ കണ്ടപ്പോഴേ ചേച്ചി നാട്ടിൻപുറത്ത് വരല്ലേ. അമ്മേ ഒന്നും ചെയ്യണ്ട. എന്നിട്ട് പിന്നെ ലൈഫില് ഇപ്പൊ രതീഷ് ചേട്ടന് ഓരോ സമയത്ത് ഇങ്ങനെ കുറെ ആഗ്രഹങ്ങളൊക്കെ പറയണ്ടാവില്ല, ഇപ്പൊ ബിസിനസ് പരമായിട്ടൊക്കെ. അപ്പോഴും ഈ മീഡിയയിലേക്കുള്ള ഒരു സംഭവം എങ്ങനെയായിരുന്നു? കർണാടകന് ഏറ്റവും കൂടുതൽ ഇഷ്ടം, കർണാടകന് ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കർണാടകന്റെ ഒരു കരിയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോബ് ഈ മീഡിയ തന്നെയാണ്.
പക്ഷെ പിന്നീട് എന്താ വെച്ചാൽ മീഡിയയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളായി കുട്ടികളായി പിന്നെ ഞങ്ങളൊക്കെ വിട്ടു പോകണല്ലോ. വിട്ടു പോകണമെന്ന് മാത്രമല്ലടൂ, നമുക്കെന്താ പറയുക, മീഡിയ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കലാപരമായിട്ടുള്ള മേഖല എന്ന് പറഞ്ഞാൽ ശാശ്വതമായിട്ടുള്ളൊരു മേഖലയല്ല. നമുക്ക് സൈഡിൽ എപ്പോഴും ഒരു വരുമാനം വേണം. അപ്പോൾ ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്കൊരു ബിസിനസ്സോ ജോലിയോ, ഞാൻ എൻ്റെ ഇതൊരു ബിസിനസ് തിരഞ്ഞെടുത്തു എന്ന് മാത്രം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഒരാളുടെ കീഴിൽ ഇരുന്ന് ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ മേഖല ഞാൻ തിരഞ്ഞെടുത്തു, ബിസിനസ് തിരഞ്ഞെടുത്തു. അപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ പോകും. സൈഡിൽ എപ്പോഴും നമുക്കൊരു വരുമാനം വേണം. നമ്മൾ കല എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് നമ്മൾ വീട്ടിൽ ഭയങ്കരമായിട്ട് അവരെയും കൂടി നമ്മൾ കാരണം അവരെയും കൂടി ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ കല അങ്ങനെയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ പാടില്ല. ഞാൻ കല എന്ന് പറഞ്ഞിട്ട് ഞാൻ കഞ്ഞിയും ചമ്മന്തിയും കുടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും അത് കടിച്ചോളണം എന്ന് പറഞ്ഞിട്ടല്ല. നമ്മൾ കല്യാണം കഴിക്കുന്നത് എന്താ, നമ്മൾ വിശ്വസിച്ച് വരുന്ന ഒരാളെ പൊന്നുപോലെ നോക്കുക, അല്ലേ? അതാണ് നമ്മുടെ. ചേട്ടൻ പണ്ടും ഈ പ്രാക്ടിക്കൽ മൈൻഡ് ഭയങ്കരമുള്ള ആളാണോ? ഞാൻ അങ്ങനെയാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ എനിക്ക് ജീവിതവും ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചേട്ടന്മാർക്കും നല്ലൊരു മോനാണ്. ഞാൻ അവിടെ ഇപ്പോൾ പറഞ്ഞു ഞാനൊന്നും ചെയ്ത് ഇത് കൊടുത്തിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ അച്ഛനും അമ്മയ്ക്കും എന്ത് ചെയ്തു കൊടുത്താലും ഒന്നും അല്ലടൂ, അല്ലേ? നമുക്ക് നമ്മളെ അച്ഛനും അമ്മയും നമ്മളെ വളർത്തി വലുതാക്കി ഇതുവരെ ആക്കി നമ്മൾ എന്ത് കൊടുത്താലാണ് നമുക്ക് മതിയാവുക, അല്ലേ? അതൊരു വലിയൊരു യാഥാർത്ഥ്യമല്ലേ? അതേപോലെ ചേട്ടന്മാരെന്ന് പറഞ്ഞാൽ ഈ ചേട്ടനായിരുന്നു ബിഗ് ബോസിൽ റിയൽ ആയിട്ടുള്ള ഒരാള്. അതെ. പക്ഷെ ഇങ്ങനെ ഒരാളെ അവിടെ അത്ര പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് സ്പേസ് ഉണ്ടാവില്ല. 19 പേര് വരുമ്പോൾ ഇങ്ങനെ ഒരാൾ വരുമ്പോൾ എനിക്ക് അവിടെ ഒരു ക്യാമറ സ്പേസ് എന്ന് പറഞ്ഞ സാധനം കിട്ടില്ല. എനിക്ക് എന്താ വേണ്ടത്, നമുക്ക് ക്യാമറ സ്പേസ്. ഈ സോഷ്യൽ മീഡിയ സപ്പോർട്ടൊക്കെ തുടങ്ങാൻ കുറച്ച് വൈകിയെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഒരാളെയും PR അങ്ങനെ ഏൽപ്പിച്ചിട്ടില്ല. ഞാനിവിടെ പറഞ്ഞത് അതാണ്. ഞാൻ ഇവിടെ പിന്നെ പറഞ്ഞത് 7ാമത്തെ ദിവസം 6ാമത്തെ ദിവസമൊക്കെയാണ് പിന്നെയും കുറച്ച് നല്ല. എനിക്ക് ആർമികൾ അല്ല, 6ാമത്തെ ദിവസം തൊട്ടിട്ട് എനിക്ക് ആർമി വന്നു എന്ന് പറയണു. ഇവള് പറയണു. എനിക്ക് അതൊന്നും എനിക്കറിയില്ല. ഏതോ പരിചയമില്ലാത്ത നമ്മളെ സ്നേഹിക്കുന്ന കുറേ പേര് ഒരു അസോസിയേഷൻ പോലെയൊക്കെ തുടങ്ങി 6ാമത്തെ ദിവസം തൊട്ടിട്ട് എൻ്റെ പേരിൽ അതൊന്നും നമുക്കറിയാം. ഞാൻ ഈ PR അങ്ങനെ ഏൽപ്പിക്കാതെ പോയാളാണ്. ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്ത് അമ്മയുടെ അടുത്തും പറഞ്ഞത്, അതാ ചേട്ടന്മാരുടെ അടുത്തും പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ PR വർക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരു ഉയർച്ച എനിക്ക് വേണ്ട. ഞാൻ നാച്ചുറലായിട്ട് ഇഷ്ടപ്പെട്ടാൽ മതി. തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങോട്ട് പോരാം. പക്ഷെ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രേക്ഷകർ എന്നെ ഇഷ്ടപ്പെടുമ്പോഴേക്കും ആ വോട്ട് ബാങ്ക് ക്ലോസ് ചെയ്തു. അത് കാരണം പ്രേക്ഷകർ വോട്ട് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത കാരണം ഇപ്പോൾ വോക്കലി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകർ എന്നെ തിരിച്ചെടുക്കണം. അതെനിക്ക് വലിയ സന്തോഷമാണ്. ഒരു കലാകാരൻ നിലയ്ക്ക് ഒരു ബിഗ് ബോസിന്റെ ഏറ്റവും വലിയൊരു വാതിൽ എനിക്ക് തുറന്നു തന്ന് ഞാനതൊരു യൂസ് ചെയ്തല്ലോ. ആ യൂസ് ചെയ്ത് പ്രേക്ഷകർ കണ്ടല്ലോ. ആ പ്രേക്ഷകർ എന്നെ ഇഷ്ടപ്പെടുമ്പോഴേക്കും വോട്ട് ബാങ്ക് ക്ലോസ് ചെയ്താൽ അവർ വോക്കലിൽ പറയുന്നുണ്ടല്ലോ രതീഷിനെ തിരിച്ചെടുക്കണം. അത് മതി എനിക്ക്. അത് മതി എനിക്ക്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഇപ്പോൾ നമുക്ക് എന്താ ജോലിയുള്ളത്? അവിടെ രാവിലെ എനിക്ക് തല്ലുവിടുക. രാവിലെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേഗം മറ്റേ വെള്ളം ചൂടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഓവനിൽ വെച്ച് വെള്ളം ചൂടാക്കിയിട്ട് കുടിക്കും. ആ സമയത്ത് നമുക്ക് വേറെ ബിസിനസ് ചെയ്യേണ്ട, ഒന്നും ചെയ്യണ്ട, ഫ്രീ ബേഡാ. എൻ്റെ ജോലി എന്താ? ഗെയിം കളിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ ഒരു മുന്നോട്ടുള്ള യാത്ര. അതിൻ്റെ ഉള്ളിൽ ഗെയിം കളിച്ച് ആൾക്കാർ വെട്ടി വീഴ്ത്തി മുന്നോട്ട് പോകണം. ആദ്യം വെട്ടി വീണത് ഞാനാണ്. അതെ. ഇപ്പൊ ഈ ചൊറിയണ ഒരു കാര്യം പറയുമ്പോ ഏറ്റവും കൂടുതൽ അങ്ങോട്ട് ചെന്ന് പ്രൊവോക്ക് ചെയ്ത ഒരാള് ജാസ്മിൻ ഗബ്രീനെയാണ്. പേര് ചെന്ന് പറഞ്ഞ മോളെ ഞാൻ എന്നൊരു ഏട്ടനായിട്ട് ആ സംഭവം. അപ്പൊ ജാസ്മിൻ തിരിച്ച് ഭയങ്കര ഫയറിൽ ചോദിക്കുന്നുണ്ട്. ശരിക്കും അവരുടെ ഒരു രണ്ടുപേരും കൂടെ കോംബോ ഉണ്ടല്ലോ. ശരിക്കും എന്താ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ തോന്നിയത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അകലെ ചെന്ന് കാണുമ്പോൾ ഞാനൊരു പ്രേക്ഷകനായിട്ട് അകലെ നിന്ന് കാണുമ്പോൾ നിങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ സംസാരം ഇല്ലാതെ മ്യൂസിക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ലവേഴ്സ് ആണെന്ന് തോന്നും. ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളതാണത്. എന്നാൽ അടുത്ത് വന്ന് ഇരുന്ന് നിങ്ങളുടെ സംസാരം കേൾക്കുമ്പോഴാണ് നിങ്ങൾ വേറെ കുറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ഗെയിമായിരിക്കാനൊക്കെ സംസാരിക്കുന്നത്. അത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ജാസ്മിനായിട്ട് ഒരുപാട് വഴക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഗബ്രിയായിട്ട് വഴക്ക് കൂടാറില്ല. കാരണം ഗബ്രിയുടെ അടുത്ത് ഞാൻ ഗെയിം കളിക്കാറില്ല. കാരണം എൻ്റെ ചേട്ടൻ്റെ മോനുണ്ട് ഉണ്ണിക്കുട്ടൻ. അവൻ്റെ പോലെയാണ് എനിക്ക് ഗബ്രീനെ തോന്നുന്നത്. അപ്പോൾ എനിക്ക് അവൻ്റെ അടുത്ത് ഗെയിം കളിക്കാൻ തോന്നുന്നില്ല. കാരണം ഗെയിം കളിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവൻ്റെ മുഖം ഓർമ്മ വരും എനിക്ക്. അപ്പോൾ ഇവനൊക്കെ ഞാനാണ് എടുത്ത് നടന്നിട്ടുള്ളത്. അപ്പോൾ അത് കാരണം ഞാൻ അവൻ്റെ അടുത്ത് ഗെയിം കളിക്കാറില്ല. എന്നാൽ ജാസ്മിൻ എൻ്റെ അടുത്ത് ഒരുപാട് തല്ലിവിടാറുണ്ട്. ഞാൻ തല്ലിവിടും അങ്ങോട്ട്.
ഗബ്രി അവിടെ എല്ലാവരും ബേസിക്കലി എല്ലാവരും പാവങ്ങളാ. അല്ല ഞാനടക്കമുള്ള ആൾക്കാര് ഞാൻ പാവാണെന്ന്, പക്ഷെ ഞങ്ങൾ പാവാണെന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവണം. എല്ലാവരും ബേസിക്കലി എല്ലാവരും പാവണം. പക്ഷെ എല്ലാവരും ഗെയിം കളിക്കാൻ വന്നപ്പോൾ ആ ഒരു ക്യാരക്ടറിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്തുന്നതാണ്. ബേസിക്കലി എല്ലാവരും പാവങ്ങളാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ജാസ്മിൻ എൻ്റെ അടുത്ത് എന്നെ എന്തൊക്കെയാ ജാസ്മിൻ വിളിച്ചോ, ഞാൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇക്കാക്കാന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ ഞാൻ ആ കുട്ടീനെ ഒരു പെങ്ങളെ പോലെയാണ്, ആ കുട്ടി എന്നെ അതൊരു ആങ്ങളെ പോലെ കരുതിയത്. അപ്പോൾ ഈ കാക്കാന്ന് പറഞ്ഞ് വിളിച്ച് വരുമ്പോൾ ജാസ്മിന് ഒരു കണക്കിന് നമ്മുടെ പോലൊരു സ്വഭാവം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾ വായതൊന്നൊക്കെ പറയും, കുറച്ച് കഴിയുമ്പോൾ അത് അവൾ വിടും, മൈൻഡിൽ നിന്ന് വിടും. ഞാനും അങ്ങനെയാണ്, ഞാൻ വായതൊന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ ഞാനത് മൈൻഡിൽ നിന്ന് വിടും. ഞാൻ അവിടെ എല്ലാവരായിട്ടും ഇങ്ങനെ വഴക്കും കാര്യങ്ങൾ കൂടാറുണ്ട്. പക്ഷെ ഇപ്പോൾ ശ്രീധുവിനെ ഞാൻ എന്തെങ്കിലും പറയാം, കുറച്ച് കഴിയുമ്പോൾ ഞാൻ ശ്രീധു ഞാൻ വെറുതെ പറഞ്ഞാണ് കേട്ടോ എന്നൊക്കെ പറയും. ഞാൻ ആരെങ്കിലും മിണ്ടാതെ പോയി കഴിഞ്ഞാൽ ഞാൻ അവരെ ചെന്ന് സോൾവ് ചെയ്യും, മിണ്ടാതെ പോകരുതെന്നൊക്കെ പറയും. അതെൻ്റെ ക്യാരക്ടറാണ്. പിന്നെ അവിടെ ഗെയിം കളിക്കാൻ എനിക്ക് സ്പേസ് വേണം, എനിക്ക് ക്യാമറ സ്പേസ് വേണം. ക്യാമറ സ്പേസ് കിട്ടണമെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇൻബിൽറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഈ പവർ റൂമിലെ കാര്യം ചോദിച്ചപ്പോൾ പവർ റൂമില് കുറെ പേര് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ പവർ റൂമിലെ പവറുകൾ സ്ത്രീകൾ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും അത് ചുമ്മാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പവർ റൂം ശരിക്കും അവർക്കത് ഉപയോഗിക്കാൻ അറിയില്ല. അത് പിന്നീട് നമ്മൾ ഞാൻ അവിടെ കാണുമ്പോൾ എനിക്കറിയാലോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു ഭക്ഷണം നിഷേധിക്കുക എന്ന് പറഞ്ഞ സാധനം എനിക്ക് പവർ കിട്ടി കഴിഞ്ഞാലേ ഞാൻ ഭക്ഷണം നിഷേധിക്കില്ല. ഞാൻ അങ്ങനെയുള്ള ആളാ. അതായത് ഭക്ഷണം നിഷേധിക്കലൊരു ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. നമ്മൾ തൻ്റെ അന്നം താൻ ഇന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് തൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, താനത് കഴിച്ചോളണം. അല്ല, തൻ്റെ അന്നം നിഷേധിക്കാൻ ഞാൻ ആളല്ല. തനിക്കുള്ളത് തനിക്ക് വരണം, അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഭക്ഷണം എത്ര പവർ കിട്ടി കഴിഞ്ഞാലും നമ്മൾ ഒരിക്കലും ഭക്ഷണം നിഷേധിക്കുക, അതിൽ ഞാൻ എതിരാണ്. അതിപ്പോഴും ഞാൻ എതിരാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ താൻ വിളിക്കുന്ന സമയത്ത് എനിക്ക് വിശപ്പുണ്ടാവില്ല. ഞാനിപ്പോൾ താൻ കഴിക്കണം, ഇന്ന സമയത്ത് കഴിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പറ്റൂ. എനിക്ക് വിശക്കുന്ന സമയത്തല്ലേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ, അല്ലേ? ഞാനിപ്പോൾ തൻ്റെ അടുത്ത് പറയാണ്, താനിപ്പോൾ ഭക്ഷണം കഴിക്കും, കുറച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടില്ല, തനിക്കിപ്പോൾ വിശക്കുന്നുണ്ടാവില്ല. തനിക്ക് വിശക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കുമ്പോഴാണ് ആ നന്ദി തനിക്ക് ഉണ്ടാവുള്ളൂ. ആ വിശക്കുന്ന സമയത്ത് ഞാൻ ഭക്ഷണം തന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ ഒരു കോറിൽ തന്നെ മനസ്സിലുണ്ടാവും, അല്ലേ? എനിക്ക് തോന്നുന്നു ഗബ്രിയുടെ കാര്യത്തിൽ കുറെയൊക്കെ അങ്ങനെ പറ്റി തോന്നുന്നു. ഗബ്രി എന്നെ ഭക്ഷണം നിഷേധിച്ചിട്ടില്ല. അത് അവൻ തമാശക്ക് പറയുന്നതാണ്. എന്റെ ഭക്ഷണം അവൻ നിഷേധിച്ചിട്ടില്ല. അവൻ എന്നെ കുറെ ഞാൻ കത്തി കയറി നിൽക്കുമ്പോൾ അവൻ എന്നെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അവൻ എന്നെ ഞാനിപ്പോ ഇങ്ങനെ കത്തി കയറിയിട്ട് നിൽക്കുമ്പോൾ അവൻ അവൻ്റെതായിട്ടുള്ള ഇതിൽ അവൻ എന്നെ കൺട്രോൾ ചെയ്യും. ദേവശേട്ടൻ ഇപ്പോ അവിടെ ചെന്നിരുന്നില്ലെങ്കിൽ എന്റെ പവർ ഉപയോഗിച്ചിട്ട് ഞാൻ ദേവശേട്ടനെ ശിക്ഷിക്കുന്നു പറയും. അവൻ എന്നെ അത് ഒരു കൺട്രോളിലേക്ക് വരുത്തുന്നതാണ്. അപ്പൊ ഞാനത് അനുസരിക്കാറുണ്ട്. ഭക്ഷണം എന്നെ അതൊന്നും വിഷയമുള്ള ഗെയിമൊക്കെ ഞാൻ അവിടെ വിട്ടു. ഒരാളെ നിഷേധിച്ചിട്ടുള്ളൂ, അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. ആ ഗെയിമൊക്കെ ഞാൻ അവിടെ വിട്ടു. എനിക്ക് ഇപ്പോൾ ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ അവിടെ ഉള്ളവരെല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്, എൻ്റെ കൂടപ്പിറപ്പുകളാണ്. ഈ 19 പേരും ഒരാഴ്ച നമ്മൾ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ്. ആ ഒരു സ്നേഹം എപ്പോഴും ജീവിതകാലം മുഴുവൻ എൻ്റെ അടുത്തുണ്ടാവും. ഞാനിപ്പോൾ എത്രയോ എൻ്റെ മരണം വരെ ഈ ഒരാഴ്ച എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരാഴ്ച തന്നെയായിരുന്നു. പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അവരൊക്കെ എൻ്റെ സഹോദരങ്ങളാണ്, സഹോദരിമാരാണ്. ഒന്നും കുഴപ്പമില്ല. അവിടെ വെച്ചിട്ട് ഭക്ഷണം നിഷേധിക്കുക, അത് ആ സമയത്ത് അതാ ഞാൻ അവിടെ ഇട്ടു. ഗെയിം മുഴുവൻ ഞാൻ അവിടെ ഇട്ട് പോകുന്നു. ഇനി വേറെ ഒന്നും അല്ല. ഇപ്പോഴും ഇത് കഴിഞ്ഞിട്ട് ഒരിക്കലും രജിത് കുമാറിനോട് ഇങ്ങനെ ബിഗ് ബോസ് സീസണെ പറ്റി ഇങ്ങനെ ചോദിച്ചപ്പോൾ അതേ പറഞ്ഞ കാര്യമുണ്ട്. രതീഷിന്റെ പുറകെയാണ് ക്യാമറ, രതീഷിന്റെ പുറകെ ക്യാമറകളുണ്ട്. ആ ചേച്ചി കേട്ടായിരുന്നു അത്. രതീഷിന്റെ പുറകെ ചേട്ടനിപ്പോ അകത്തായിരുന്നു. രതീഷിന്റെ പുറകെ ക്യാമറകളുണ്ട്. അയാൾ നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ അയാൾ ഭയങ്കരമായിട്ട് മുമ്പോട്ട് പോകാനുള്ള സാധ്യതകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് ചേട്ടൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതായത് ആ ട്രാക്കിൽ പോകാൻ പറ്റിയ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളുകളിലൊന്നായിരുന്നു. മുമ്പത്തെ സീസണുകളിലെ ഈ കണ്ടസ്റ്റന്റുകളൊക്കെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ശരിക്കും? അല്ല, മുമ്പത്തെ സീസണിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അവരെ ആരെയും അനുകരിക്കാൻ നോക്കിയിട്ടില്ല. ഞാൻ എൻ്റെതായിട്ടുള്ളൊരു അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട്, പുറമേ ഞാൻ ഗെയിം പ്ലാൻ ആയിട്ട് പോയതാണ്ട ആളല്ല. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഏറ്റവും ആദ്യത്തെ ദിവസം ഞാൻ ഗെയിം കളിച്ച ആളാണ്. ഈ 19 പേര് ഉള്ളിലേക്ക് കയറിയതിന് ശേഷം എൻ്റെ എതിരെ നിൽക്കുന്ന 18 പേരെ ഞാൻ കണ്ട് അവരുടെ കണ്ണിൽ നോക്കി എനിക്ക് സേഫ് ആണെന്ന് തോന്നുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ ഗെയിം കളിച്ചിട്ടുള്ളതാണ്. ഞാൻ മറ്റുള്ളവരാരും അനുകരിക്കാൻ നോക്കിയിട്ടില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഗെയിം കളിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു ചായയിലേക്ക് സിമിലാരിറ്റി ഉണ്ടാവാം. പക്ഷെ ഞാൻ അവർ കളിച്ച പോലെയല്ല ഞാൻ കളിച്ചിരിക്കുന്നത്. ഈ പറയുന്ന എൻ്റെ മുന്നേ കളിച്ച എൻ്റെ സീനിയേഴ്സൊക്കെ വളരെ സാവധാനം ഗെയിം കളിച്ച ആൾക്കാരാണ്.
ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ ചെന്ന് അന്ന് മുതൽ കളിച്ച ആളാണ്. അപ്പൊ ഞാൻ ശരിക്കും ഓലപ്പടം കൊടുക്കുന്ന സ്ഥലത്ത് ഞാൻ റഡാറ് മാറ്റം ബോംബും കൊടുത്തു. മനസ്സിലായി? അത് അവർക്ക് ആർക്കും താങ്ങാൻ പറ്റില്ല. അതാണ് സംഭവം. നമ്മളത് ഓലപ്പാമ്പ്, അതായത് ചെറിയ ഓലപ്പടം കൊടുത്താൽ മതിയായിരുന്നു. അതിന് മിഷീൻ കണ്ണും മറ്റേ ഇതൊക്കെ ഇട്ടിട്ട് ശരിക്കും അവിടെ നിന്ന് എല്ലാവരും മറ്റേ ബിഗ് ബോസ് ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് ബിഗ് ബോസ് യു ആർ ചൂസൺ എ റൈറ്റ് ഗൈ വെറുതെ മറ്റേ ഇംഗ്ലീഷിന്റെ ബാക്കി എനിക്ക് തന്നെ ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതാണ്. അത് ഞാൻ പിന്നീട് മറ്റേ സാധനം മറ്റേ എന്താ ബാലയ്യൊക്കെ പറയില്ലേ, മറ്റേ ട്രോളൊക്കെ എന്തായിരുന്നു അറിയോ? മറ്റേ എനിക്ക് ഇഷ്ടമാണ്. അല്ല അങ്ങനല്ല, മറ്റേ POV യു ആർ സീയിങ് എ മോട്ടിവേഷൻ സ്പീക്കർ, യു ആർ ദ സ്ട്രോങ്ങസ്റ്റ്. അതാ പൊട്ട ഇംഗ്ലീഷ്. പക്ഷെ ആ സമയത്ത് വായ തോന്നിയത് പറയാണ്. അല്ല മോളെ അച്ഛൻ്റെ ഇംഗ്ലീഷ് എങ്ങനെ ഉണ്ടായിരുന്നു? വേണ്ടായിരുന്നു അല്ലേ? എന്റെ കൂട്ടുകാരൻ പറയാ, അവൻ പറയാ എന്റെ അടുത്ത്, ഹൗ നിന്റെ എല്ലാം സഹിക്കണം, അപ്പൊ ഇംഗ്ലീഷ് സഹിക്കാൻ പറ്റില്ല. അപ്പൊ അപ്പോഴേക്കും ഇവള് പറയാ, കണ്ടിട്ട് എന്തിനു ഇതാ, കണ്ടിട്ട് ആരാ ഇത് ആരാ കണ്ടിട്ട് കൂടെ പറപ്പാ എപ്പൊ നോക്കിയല്ലേ എന്തുണ്ടെന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു എന്തടി അവരുടെ വെറുതെ അവിടെ എന്തേലും പറയാൻ പറ്റണ്ടേ, അപ്പൊ വെറുതെ അലക്കണതാണ്. ഞാൻ യുവർ സെലക്ഷൻ ഇസ് ദ ബെസ്റ്റ്, ഐ നോ ദാറ്റ് എന്നൊക്കെ പറഞ്ഞ ആളുകളൊക്കെ. എനിക്ക് ഇംഗ്ലീഷിന്റെ ABCD അറിയാത്ത ആളാ. അങ്ങനെയല്ല, ഇംഗ്ലീഷ് പറയാൻ അങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ടൊന്നും ഞാൻ ഇംഗ്ലീഷ് പറയും, ഇതേപോലെയൊക്കെ ഫ്ലുവൻ്റ് ആയിട്ടൊന്നും പറയാത്ത ഒരാളാണ്. ആ ആളത് പറഞ്ഞാത്ത അവസ്ഥ എന്തായിരിക്കും? ഞാൻ ട്രോളുകളെ കണ്ടുട്ടാ, ഞാൻ എല്ലാ ട്രോളുകളും കണ്ടു. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നെ അങ്ങോട്ട് ആക്കി മെല്ലെ ഞാൻ അട്ടപ്പുറത്ത് കയറുക എന്ന് പറഞ്ഞാണല്ലോ, അതിന്റെ മുകളിൽ നിന്ന് അങ്ങോട്ട് അടിയിലേക്ക് ഇറങ്ങാൻ പറ്റണില്ല. അതേപോലെ എന്റെ മുകളിൽ എയറിലേക്ക് ആക്കിയിട്ടുണ്ട്. ചേച്ചി ആയിരിക്കുമല്ലോ കുറെ ഫസ്റ്റ് കാണുന്നത് മീൻ സേവ് ചെയ്തൊക്കെ വെക്കണൊക്കെ ട്രോൾ. എന്നിട്ട് അവള് തന്നെ കാണിച്ചു തരാറ്. അത് ശരിയാ. അല്ല ഇങ്ങനെയൊക്കെ കുറെ നാളുകളായിട്ട് നിങ്ങളുടെ ഒരു വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ മറ്റേ ഇപ്പൊ മക്കളൊക്കെ വലുതേ കല്യാണം കഴിഞ്ഞപ്പോ ഒന്നാലോചിച്ചൊക്കെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യണം. അവര് പറയും അച്ഛൻ വിവരില്ലാത്ത അച്ഛനായിരുന്നു. അച്ഛൻ ബികോമാണ് കേട്ടോ, പാസ്സായിട്ട് മാത്രം. അല്ല ഇപ്പൊ നമുക്കൊരു ചെറിയ സെഗ്മെന്റ് പോവാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും ആൻസർ പറയാം. ബിഗ് ബോസ് റിലേറ്റഡ് കാര്യമാണ്. ഇപ്പൊ പറഞ്ഞ പോലെ ഫസ്റ്റ് ഞാൻ കുറച്ച് കണ്ടസ്റ്റൻസ് പേര് തരാം. ഫസ്റ്റ് മൈൻഡിലേക്ക് വരുന്ന കാര്യം ചേച്ചിയും ചേട്ടനും പറയാം. ജാൻമണി ഫസ്റ്റ് ചേട്ടൻ അടി ഉണ്ടാക്കിയാണല്ലോ. സഹോദരി സ്വീറ്റ് ആണ്. പുറത്തിറങ്ങുമ്പോ എന്തായാലും എന്റെ സിസ്റ്ററാണ്. പുറത്തിറങ്ങുമ്പോൾ എന്തായാലും മീറ്റ് ചെയ്യണമെന്ന് ഭയങ്കര. ഇന്ന് രാവിലെ അയ്യോ ഇതിപ്പോ ഉണ്ടായതാട്ടോ. ഇന്ന് രാവിലെ അമ്മു പറഞ്ഞതാണ്, ജാൻമണിയോട് എനിക്ക് സംസാരിക്കുന്ന ആഗ്രഹമുണ്ട് കേട്ടാ. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ജാൻമണി ഞാൻ പറഞ്ഞ സംസാരിക്കാം. കാരണം അവൾക്ക് ആ കോംബോ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളുടെ കോംബോ ഭയങ്കരമായിട്ട് വർക്കൗട്ടായിട്ട് വരായിരുന്നു. എന്നാലും ജയിലിൽ വെച്ചിട്ട് ഞാൻ ജാൻമണിയുടെ അടുത്ത് ഞാൻ മുറുക്കിന്റെ കേസ് ഞാൻ മുറുക്ക് അകത്താര് അപ്പൊ ഞാന് കാവേരി തുമ്പിൽ എന്നല്ല പറഞ്ഞേ, കാളവണ്ടി തുമ്പിലാ. അതേപോലെ ജാൻമണിയും ഞാനും കൂടിയിട്ടേ ഓടുന്ന, ജാൻമണി എന്റെ പിറകെ എങ്ങനെ ഓടുന്നു. അപ്പൊ ഞാൻ അയ്യോ എന്ന് പറഞ്ഞിട്ട് മുമ്പ് അതൊക്കെ എന്താ ഒരു മറ്റേ റീൽസ് വൈറലായിരുന്നുണ്ട്. അതിൽ ആ മ്യൂസിക് ഒക്കെ കൂടിയിട്ട്. അപ്പൊ ഇവള് വിചാരിച്ചെന്താ വെച്ച് കഴിഞ്ഞാല് ആ കോംബോ വർക്കൗട്ട് ആവുന്ന വിചാരിച്ചത്. പക്ഷെ ആ കോംബോ വർക്കൗട്ട് ആയേനും ഒരാഴ്ച കൂടി ഞാൻ. അതെ, ഞാൻ മുറുക്ക് എന്താ ഞാൻ പറഞ്ഞേ, മുറുക്ക് അവിടെ അടുക്കളയിൽ മുറുക്കുണ്ട്, വൃത്തിയുടെ സാധന, ഒരു ടേസ്റ്റും ഇല്ല, ഞങ്ങൾ കഴിച്ചോളാം. ആ മുറുക്ക് എടുത്തോണ്ട് അപ്പൊ മുറുക്കിന്റെ പേരെന്താ, മുറുക്കിന്റെ പേരൊന്നുമില്ല, മുറുക്കിന്റെ പേര് മൂർക്കെന്ന് പറഞ്ഞ. അപ്പൊ അത് നമ്മൾ ആ സമയത്ത് ജാൻമണിയുടെ അടുത്ത് ഒരു തമാശ രീതിയിൽ നമ്മൾ പറഞ്ഞ, എനിക്ക് അത്രയും ഭയങ്കര കാര്യമാണ് ആ കുട്ടിയെ. അപ്പൊ തമാശ രീതി പറഞ്ഞതാണ്. അപ്പൊ ജാൻമണി അതിനനുസരിച്ചിട്ട് നമ്മുടെ അടുത്ത് നിന്നു. അതെന്തോ നല്ല റീച്ച് വന്നു. അതെ, റീച്ച് വന്നു പറഞ്ഞു. അസിറോക്കി പവർഫുൾ മാൻ. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പവർഫുൾ മാനാണ് ഞാൻ പറയുള്ളൂ. ഏറ്റവും കൂടിപ്പോയോ ഇല്ലെന്നൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കാം. അല്ല ഈ പറയുന്ന ലാലേട്ട വന്ന് ചോദിച്ചല്ലോ, എന്നെ ബോളറിഞ്ഞു ലാലേട്ട. എന്റെ ലാലേട്ട അത്ര ഉന്നുണ്ടായിരുന്നു ഞാൻ ഒളിമ്പിക്സ്. ആ ഡയലോഗ് അടിക്കാൻ അവന് ധൈര്യം ഭയങ്കര. അതെ, 2.0 അവന് ധൈര്യം. ഇപ്പൊ ലാലേട്ടന്റെ മുമ്പിൽ വെച്ചിട്ട് എനിക്ക് നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടാവും. അവൻ അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. അവൻ കയറി ഇരുന്നിട്ട് സംസാരിച്ച് ഭയങ്കര ഇതായിട്ട് സംസാരിക്കും. അല്ല അങ്ങനെ വേണം ശരിക്കും. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ ഞാൻ നിന്നിട്ട് അങ്ങനെ സംസാരിക്കാൻ പ്രാപ്തനാവും. പക്ഷെ നമ്മൾ ലാലേട്ടനെ പോലത്തെ ഒരാള് നമുക്ക് സിങ്കായി വരണ്ടേ. റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ
ഭയങ്കര റെസ്പെക്റ്റ് ആണ് എൻ്റെ മനസ്സിലൊക്കെ. റെസ്പെക്റ്റിന്റെ വേറെ തലത്തിലാണ്. അപ്പൊ ഞാനത് എങ്ങനെ പറയാന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതാണ് ഞാൻ അത്രയും ഭയഭക്തി ബഹുമാനത്തോട് ലാലേട്ടൻ ഞാൻ നിന്നിട്ട്. പേടിയില്ല റോക്കി. അല്ല ഞാൻ പറഞ്ഞത് അത് അവന്റെ ക്യാരക്ടറാണ്. ആ നല്ല അവൻ ജെന്യൂൻ ആയിട്ടുള്ള ക്യാരക്ടർ, എന്റെ ജെന്യൂൻ ആയിട്ടുള്ള ക്യാരക്ടർ ഇതാണ്. ഞാൻ റെസ്പെക്ട് കൊടുത്തിട്ട്. പക്ഷെ വരും ദിവസങ്ങളിൽ ലാലേട്ടനായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എനിക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. സിജോ അവൻ ബുദ്ധിവാൻ എന്നാ ഞാൻ പറയുള്ളൂ. ഞാൻ ഫസ്റ്റ് പറയാൻ വന്നത് അതാണ്, ബുദ്ധിവാൻ. ജാസ്മിൻ പ്ലെയർ. കബഡിയോ അത് പറയാൻ പറ്റില്ല. പ്ലെയർ അത് ഏത് തരത്തിലുള്ള പ്ലെയർ ഞാൻ പറയില്ല, പ്ലെയർ ആണ്. ഗബ്രി ഒരു സാധു, കുറച്ച് സോഫ്റ്റ്. അർജുൻ വരണം, ഇനി വരണം. ക്യാപ്റ്റൻസി അത്ര ഹാപ്പി അല്ലായിരുന്നു അർജുൻ. ഞാൻ ഹാപ്പി അല്ല, മറ്റുള്ളവരൊക്കെ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പി അല്ല. എനിക്ക് അതിന് മാത്രമുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടില്ല, അത് കാരണം ഞാൻ ഹാപ്പി അല്ല എന്ന് മാത്രം. അല്ല അവൻ നല്ല പ്ലെയർ ആണ്, പക്ഷെ വരണം. ശ്രീതും സ്മാർട്ട് ആൻഡ് ക്യൂട്ട്. സ്മാർട്ട് ആൻഡ് ക്യൂട്ട്. ശ്രീതുവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇനി വരാനുണ്ട്. അർജുൻ നല്ലൊരു പ്ലെയർ ആണ് കേട്ടോ, അവൻ പക്ഷെ വരണം, പുറത്തേക്ക് വരണം. അതേപോലെ തന്നെ ശ്രീതു, അതെ ശ്രീതു നല്ലൊരു പ്ലെയർ ആണ്, പക്ഷെ കുറെ വരാനുണ്ട്. അപ്സര വെരി ബ്രില്യന്റ് ഗെയിമർ. ഞാൻ അപ്സരയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടോ? ഞാൻ നേരിട്ട് ഞാൻ അപ്സരയോട് ഗെയിം കളിച്ചിട്ടില്ല. ബ്രില്യൻ ഗെയിമർ, നല്ല ക്യാപ്റ്റൻ, ബെസ്റ്റ് ക്യാപ്റ്റൻ, നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു കുട്ടി, നല്ല പെരുമാറാൻ, എല്ലാവരും പെരുമാറാൻ അറിയുന്ന കുട്ടികളാട്ടോ എല്ലാവരും. പക്ഷെ ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്തൊക്കെ സംസാരിക്കാൻ വരാറുണ്ട്. ഞാനൊക്കെ അവരെ ഒരു ആരാധനയോടെ കാണുന്ന ഒരാളാണ്. അവർ സാന്ത്വനം സീരിയലിലും കുറേ സീരിയലുകളിലും സിനിമകളിലൊക്കെ വന്ന ആൾക്കാർ. നമ്മളൊക്കെ ആ ഒരു ഹെഡ് വെയിറ്റ് ഒന്നും അവിടെ ഇപ്പോൾ ആർക്കും ഇല്ല കേട്ടോ, ഈ കുട്ടിക്ക് പ്രത്യേകിച്ച്. പിന്നെ മാത്രമല്ല നമ്മളൊക്കെ അടുത്ത് സംസാരിക്കാൻ വരാറുള്ളതാണ്. വെരി ഗുഡ് ബ്രില്യൻ ഗെയിമർ. ശ്രീരേഖ എന്ന് പറഞ്ഞാൽ ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. അതായത് ശ്രീരേഖ പാവമായി പോയി, പഞ്ചപാവം. ഇത്ര പാവം പാടില്ല. കാരണം എന്താ, ശ്രീരേഖ പഞ്ചപാവ. ആർക്ക് വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ആര് പറഞ്ഞാലും അത് ആരുടെ കൂടെ നിൽക്കും. അപ്പൊ ഞാൻ പറഞ്ഞാൽ എന്നിലൊരു ശരിയെന്ന് കണ്ടെത്തും, മറ്റൊരു പറഞ്ഞാൽ മറ്റൊരു ശരിയെന്ന് കണ്ടെത്തും. ശ്രീരേഖ ഭയങ്കര പാവ. അതാണ് ആർക്കും, ഞാൻ നെഗറ്റീവ് പറഞ്ഞല്ല, പോസിറ്റീവ് പറഞ്ഞു. അതായത് ആർക്കോ വേണ്ടി തിളക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഒരു ദിശ അങ്ങനെയാണ് എന്നാ പറയുക, അങ്ങനെ. പക്ഷെ എന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഗെയിം, ഞങ്ങൾ ഭയങ്കര വഴക്കം കൂടി. ശ്രീരേഖയോടല്ല, ഞാൻ ശ്രീധുനോടാണ്. ശ്രീരേഖച്ചി കേട്ട് ഞാൻ വഴക്ക് കൂടിയിട്ട്. എന്നാൽ ശ്രീരേഖച്ചി എൻ്റെ അടുത്ത് എന്നോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ഇപ്പൊ എനിക്ക് പുറത്തേക്ക് ചായ കൊണ്ടു തരും, എന്നോട് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കും, എന്നാൽ എന്നെ ചീത്ത പറയാറുണ്ട്. പക്ഷെ ശ്രീദേവി ഭയങ്കര ഫുഡ് കഴിച്ചു പഞ്ചപാവം. അതാണ് ഞാൻ പറഞ്ഞത്, നെഗറ്റീവ് അല്ല. ആർക്കു വേണ്ടി തിളക്കുന്ന സാമ്പാർ ഉദ്ദേശിച്ചത് പോസിറ്റീവാണ്. പഞ്ചപാവം, കെയറിംഗ് മെറ്റീരിയലാ. യമുനേച്ചി കണ്ണിങ് പ്ലെയറാ. പാർഷ്വാലിറ്റി ഉണ്ടോ കുറച്ചൊക്കെ? അത് ഞാൻ പറയില്ല. ഓക്കെ, ഇതിലുണ്ടല്ലോ. സുരേഷ് ആളും ബ്രില്യൻ പ്ലെയറാണ്. നിഷാന ഒരു പാവം പ്ലെയർ, ഒന്നും അറിയാത്ത കുട്ടി. ആ കുട്ടി BBയിൽ വന്നത് തന്നെ അറിയുന്നില്ല. ഞാൻ കുറെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഞാൻ കുറെ ആ കുട്ടീനെ ഗെയിം കളിപ്പിക്കാൻ വേണ്ടി ഞാൻ ആ കുട്ടിയുടെ അടുത്ത് കുറെ ചൊറിഞ്ഞ് ഞാൻ പോയിട്ടുണ്ട്. ആ കുട്ടിയുടെ ഉള്ളിൽ നല്ലൊരു ഗെയിമർ ഉണ്ട്, പക്ഷെ അത് എടുക്കാൻ പേടിയാണ് ആ കുട്ടിക്ക്. നിഷാന നല്ലൊരു കുട്ടിയാണ്. ഞാൻ പോയപ്പോ ഒക്കെ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഞാനത് എന്താ നല്ല മനസ്സുള്ള കുട്ടിയാണ്, പഞ്ചപാവാണ്. ഇപ്പൊ എന്നെ പറഞ്ഞുകൊണ്ടല്ല കേട്ടോ ഞാൻ പറയണത്. അതായത് ഇപ്പൊ എന്നെ വിട്ടോളൂ ദേശാട്ടം വന്നോളൂ പറഞ്ഞുകൊണ്ടല്ല പറയണത്. ആ കുട്ടി ബേസിക്കലി ഒരു നല്ല നേച്ചറുള്ള കുട്ടിയാണ്, പാവം. BB മെറ്റീരിയൽ അല്ല എനിക്ക് തോന്നിയിട്ടുണ്ട്.
റസ്മിൻ ഭായ് എന്തൊക്കെയാണ് എന്ന് റസ്മിൻ ഭായിക്ക് ഒരു തോന്നലുണ്ട്. ആ തോന്നലിലേക്ക് റസ്മിൻ ഭായ് വരണം. എന്നാൽ റസ്മിൻ ഭായ് നൂറ ഒരു ഫയർ ഉള്ള ഒരു കുട്ടിയാണ്. ഏറ്റവും ചിരിപ്പിച്ച ഡയലോഗ് പറ്റിയതാണ് നൂറയുടെ. നൂറയ്ക്കെല്ലാം അറിയാം, മറ്റേ ജാസ്മിൻ നോക്കില്ലേ, നൂറയ്ക്കെല്ലാം അറിയാം ഗബ്രി എന്താ ചെയ്തതെന്ന്. അറിയാം, അവൻ കാണിച്ചു തോന്നി. ആ സാധനം കേട്ടായിരുന്നു. ഋഷി പാവം, ശുദ്ധൻ പാവം. മറ്റ് ശരിക്കും ഞെട്ടിച്ചു. അവന്റെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാവില്ല. കാരണം എന്താ, അവൻ ചിലപ്പോ ചൂടാവും, ചിലപ്പോ ഇരുന്ന് ഇങ്ങനെ കരയണം കാണാം, ചിലപ്പോ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ ഇടപെട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ അവൻ ആത്മാർത്ഥത ഇടപെട്ടതാവും. കുറച്ച് കഴിയുമ്പോൾ അവൻ എന്തിനാണ് ഇടപെട്ടത് ആ ആൾക്കാർ തമ്മിൽ കൂട്ടായിട്ട് നടക്കുന്നുണ്ടാവും. അപ്പൊ അവൻ ശശിയായോ എന്നുള്ളൊരു ഡൗട്ട്. അവൻ അത്രയും പാവണം. അവൻ നല്ല പയ്യനാ. ജിൻഡപ്പൻ ചങ്ക്, ഒന്നും പറയാനില്ല. ജിൻഡപ്പൻ ചങ്ക്. ഈ ജിൻഡപ്പൻ പവർ ഹൗസിൽ കയറിയപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഞാനാ. തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയ പോലെ, എനിക്ക് കിട്ടിയ പോലൊരു എഫക്റ്റ് ആണ്. അതെ 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 തീർച്ചയായിട്ടും. ജിൻഡപ്പൻ എൻ്റെ ഒരു 7 ദിവസം കൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കണ്ടുപിടിച്ച ഏറ്റവും നല്ല സുഹൃത്ത്. അത് ഇപ്പൊ ജനങ്ങളത് അംഗീകരിക്കുന്നു. അതന്നെ പറഞ്ഞ. അപ്പൊ ഞാൻ കണ്ടുപിടിച്ച എൻ്റെ കൂട്ടുകാരൻ നല്ലൊരാളാണ്. അതിപ്പോ എല്ലാരും അംഗീകരിക്കുന്നില്ലേ, അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. തണൽ ജിൻഡപ്പന് ആ ഇത് കിട്ടിയപ്പോഴേ, പവർ ഇത് കിട്ടിയപ്പോ ഞങ്ങൾക്ക് കിട്ടിയപ്പോഴുള്ളൊരു എഫക്റ്റ്. അയ്യോ ഭയങ്കര സന്തോഷം. അവൻ നല്ല ഗെയിമറാണ് കേട്ടോ, ബെസ്റ്റ് ഗെയിമറാ. അവൻ പറയണ പോലെ മണ്ടണമെന്നില്ല കേട്ടോ, അവൻ ഗംഭീര എനിക്കറിയുള്ളൂ. അവൻ ഒരു മണ്ടനൊന്നുമല്ല, അവൻ അടാറ് ഗെയിമറാണ്. അവനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇനി വരാൻ കിടക്കണേ ഉള്ളൂ. അപ്പൊ അതിപ്പോ ഞാനും അവനും കൂട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അറിയാം. അപ്പൊ അവൻ നല്ലൊരു ഗെയിമറാണ്, പിന്നെ ഒരു പാവാണ്, ഒരു ജെന്റിൽമാൻ. പാവം പിടിച്ച അവന്റെ ശരീരം പോലെയല്ല അവന്റെ സ്വഭാവം. അവനൊരു പാവാണ്. തല്ലൂടാനൊക്കെ വരും കേട്ടോ, തല്ലൂടാനൊക്കെ വരും. പക്ഷെ അപ്പൊ തന്നെ അത് അവൻ കളയും. ഈ ഇതില് കുറച്ചുകൂടെ ഫേക്ക് ഗെയിമറായിട്ട് ആരും തോന്നുന്നില്ല. ഗ്രൂപ്പായിട്ട് കളിക്കണ ആരും അങ്ങനെ ഒന്നുമില്ല. ഗ്രൂപ്പൊക്കെ ഉണ്ടായി വരുന്നതാണ്. അപ്പൊ ഗ്രൂപ്പ് എന്നൊക്കെ നമുക്ക് തോന്നുന്നതാണ് ഗ്രൂപ്പ് എന്നൊക്കെ. ഞാൻ അവിടെ കുറെ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഗെയിമൊക്കെ ഞാൻ അവിടെ ഇട്ട് പോന്നു. അങ്ങനെയൊന്നും എന്റെ വായിന്ന് കിട്ടില്ല മോനെ. എല്ലാവരും ഓണസ്റ്റാ. നമ്മൾ അവിടെ കളിക്കുന്ന എല്ലാവരും ഹോണസ്റ്റ് ഗെയിമർ തന്നെയാണ്. പിന്നെ അവരുടെ കുറച്ച് ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. അത് സ്വഭാവത്തിലായാലും അവരുടെ എല്ലാ കാര്യങ്ങൾക്കും കുറച്ച്. ഇപ്പൊ എന്റെ സ്വഭാവം പോലെ ആയിരിക്കില്ല മറ്റുള്ളവരുടെ സ്വഭാവം. എല്ലാവരും നല്ല ഭയങ്കര അൺറേറ്റഡ് ഗെയിമർ ആരാ? ശരി, അത് പറയാലോ. അല്ല, അൺറേറ്റഡ് ഗെയിമർ കുറച്ചുകൂടെ ഭയങ്കര ഗെയിം ഉണ്ട് നിങ്ങൾ കാണുമ്പോ ഒക്കെ. പക്ഷെ എന്നാ ആൾക്കാരെങ്ങനെ പറഞ്ഞു കേൾക്കാറില്ലാത്ത ഒരാൾ അങ്ങനെ ഇല്ലൂ. അവിടെ എല്ലാവരും നല്ല ഗെയിമേഴ്സാണ് എല്ലാവരും. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള നല്ല പൊട്ടൻഷ്യലുള്ള ഗെയിമേഴ്സാണ്. പക്ഷെ അവരത് പ്ലേസ് ചെയ്യേണ്ട സ്ഥലമാണ്. അതായത് എല്ലാവരും നല്ല പൊട്ടൻഷ്യലുള്ള ഗെയിമേഴ്സാണ്. പക്ഷെ നമ്മളിപ്പോൾ നമുക്ക് പൊട്ടൻഷ്യലുള്ള ഗെയിമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സാധനം എതിരെ നിന്ന് വരുന്നത് പിന്നെ എടുത്തിട്ട് നമുക്ക് പയറ്റാൻ പറ്റില്ല. അത് അപ്പം എടുത്ത് പയറ്റാനുള്ള ഒരു ബുദ്ധി വേണം. ആ ബുദ്ധി ഉണ്ടായാൽ ഇഷ്ടം പ്രകാരം അവിടെ കണ്ടന്റ് ഉണ്ടാവും. പക്ഷെ അത് പിന്നേക്ക് വെക്കാൻ പാടില്ല, മടി കാണിച്ച് പിന്നത്തെ വെക്കാൻ പാടില്ല. തൻ്റെ കയ്യിൽ നിന്ന് വല്ലപ്പോഴും ഇരിക്കുകയാണ്, അതിൻ്റെ ഉള്ളിൽ വേറെ ഫുൾ അടച്ചിട്ടിരിക്കല്ലേ. അതിൻ്റെ ഉള്ളിൽ നിന്ന് നാട്ടിലെ പ്രശ്നങ്ങളൊന്നും നമുക്ക് കിട്ടില്ല. ആ വീട്ടിലെ പ്രശ്നങ്ങൾ തന്നെ കിട്ടുള്ളൂ. ആ വീട്ടിലെ പ്രശ്നങ്ങൾ നമ്മൾ തേടി പോകേണ്ട കാര്യമില്ല. നമ്മളവിടെ ഇരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കും. അതിൽ അത്യാവശ്യം കൊണ്ട് നടക്കാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് പ്ലക്ക് ചെയ്തിട്ട് നമുക്കത് കൊണ്ടു നടക്കാം. അത് പ്ലേസ് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യണം. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കഴമ്പുണ്ടെങ്കിൽ മെല്ലെ പ്ലക്ക് ചെയ്ത് പിന്നെ അത് ഇട്ടിട്ട് കണ്ടന്റ് ഉണ്ടാക്കുക. അതൊക്കെയാണ് ബ്രെയിൻ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിപ്പോൾ എല്ലാവരും അവിടെ യൂസ് ചെയ്യണൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ യൂസ് ചെയ്യും.